നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനായ ശേഷം ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒരു വിഭാഗം പ്രോസിക്യൂഷനാണ്. നടന്റെ ഗൂഢാലോചന തെളിയിക്കുന്ന തരത്തിൽ കൃത്യവും വ്യക്തവുമായ തെളിവുകൾ നൽകാൻ വാദിഭാഗത്തിന് കഴിയാതെ പോയി. അതിജീവിതയ്ക്കു വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് ടി.പി. മിനിക്ക് എതിരെയും ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അഡ്വക്കേറ്റ് ടി.പി. മിനി നൽകിയ ഒരു അഭിമുഖമാണ് ചർച്ചയാകുന്നത്. കേസിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഇടയിൽ മഞ്ജു വാര്യർക്കെതിരെ ഉയരുന്ന അധിക്ഷേപങ്ങളെക്കുറിച്ചും മിനി സംസാരിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ മദ്യപിക്കുമായിരുന്നുവെന്ന തരത്തിൽ പല യൂട്യൂബ് ചാനലുകളും പ്രചരിക്കുന്നു കണ്ടു. അങ്ങനെ ചെയ്യുന്നവർ ഒരു സ്ത്രീ കള്ളുകുടിച്ചുവെങ്കിൽ അതിൻ്റെ കാരണവും പരിശോധിക്കണമെന്ന് മിനി പറയുന്നുണ്ട്. കുറേ യൂട്യൂബ് ചാനലുകളിൽ മറ്റും പറയുന്നത് കേട്ടു. അഡ്വക്കേറ്റ് സാക്ഷിയെ പഠിപ്പിക്കുന്നത് മഞ്ജു വാര്യർ കള്ളുകുടിച്ച് വരുമായിരുന്നു എന്നൊക്കെയാണ്. കള്ളുകുടിക്കാൻ സ്ത്രീക്ക് എന്നതുപോലെ പുരുഷനും പുരുഷനെന്ന പോലെ സ്ത്രീക്കും അവകാശമുണ്ട്. ഇവിടെ സ്ത്രീകളാരും കള്ളുകുടിക്കാതെ ഇരിക്കുന്നവരല്ല. അത്യാവശ്യമൊക്കെ എല്ലാവരും കഴിക്കുന്നവരാണ്. മദ്യപിക്കുന്നത് നല്ലതൊന്നുമല്ല. പക്ഷേ അതിന് നിയന്ത്രണങ്ങളും കേരളം പോലൊരു സംസ്ഥാനത്തില്ല. കേരളത്തിലെന്നല്ല, ലോകത്ത് ഒരു സ്ഥലത്തും അതില്ല. ഒരു സ്ത്രീ കള്ളുകുടിച്ചുവെങ്കിൽ കള്ളുകുടിക്കാനുണ്ടായ സാഹചര്യം കൂടി പരിശോധിക്കണം നമ്മൾ. ഇത്രയും വലിയൊരു നടി, അവരെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ജയിലിൽ ഇടുന്നതുപോലെ ഇട്ടതാര് വർഷങ്ങളോളം? ആരാണ് ജയിലിൽ ഇട്ടത്? അത് ആ സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ? അയാളേക്കാൾ നല്ല അഭിനയശേഷിയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ആ സ്ത്രീയെ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാൻ പറ്റാതെ, പുറത്ത് ആളുകളുമായി സംസാരിക്കാൻ പറ്റാതെ അവരെ ജയിലിൽ ഇടുന്നതുപോലെ ഇട്ടതാര്? അതല്ലേ ഏറ്റവും വലിയ തെറ്റ്? ആ മഞ്ജു വാര്യരായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് സിനിമകൾ അഭിനയിച്ചേനെ. ഇൻ്റർനാഷണൽ ലെവലിൽ വരെ അവർക്ക് പോകാൻ കഴിയുമായിരുന്നു. തുടക്കം മുതൽ വിക്ടിമിന് ഒപ്പമാണ് മഞ്ജു വാര്യർ. അതിൻ്റെ പേരിൽ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നഷ്ടവും സഹിക്കാൻ അവർ തയ്യാറുമാണ് എന്നാണ് മിനി പറഞ്ഞത്. അഡ്വക്കേറ്റ് മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായതോടെ മഞ്ജു മദ്യപിക്കുമായിരുന്നുവെന്ന് ടി.പി. മിനി പറയാതെ പറയുകയാണോ എന്ന തരത്തിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. മഞ്ജു വാര്യർ കള്ളുകുടിക്കാറുണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ അപവാദം സത്യമാണെന്ന് സമ്മതിക്കുകയല്ലേ സത്യത്തിൽ ഈ പ്രസ്താവനയിലൂടെ ഈ അഡ്വക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ശരിക്കും ഇവർ ആരുടെ പക്ഷത്താണ്? മഞ്ജു വാര്യർ കുടിച്ചാലും ഇല്ലെങ്കിലും കേസുമായി ബന്ധമില്ലാത്ത അവരെക്കുറിച്ച് മിനി അഭിമുഖങ്ങളിൽ ഇത്തരത്തിൽ സംസാരിക്കുന്നതും തെറ്റല്ലേ എന്നാണ് മിനിയോട് ഉള്ള എതിർപ്പ് അറിയിച്ച് പ്രേക്ഷകരിൽ ഒരാൾ ചോദിച്ചത്. മുമ്പൊരു അഭിമുഖത്തിൽ അതിജീവിയെ ദിലീപാണ് പീഡിപ്പിച്ചതെങ്കിൽ ഇത്രത്തോളം പ്രശ്നമുണ്ടാവില്ലായിരുന്നു എന്ന് മിനി പറഞ്ഞത് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ സായി കൃഷ്ണ അടക്കമുള്ളവർ വിമർശിച്ചിരുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം 3 ദിവസം മുമ്പാണ് ആദ്യമായി അതിജീവിതയുടെ പ്രതികരണം വന്നത്. വിധിയിൽ അത്ഭുതമില്ലെന്നും കോടതിയിൽ നേരത്തെ തന്നെ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നുമാണ് അതിജീവിത കുറിച്ചത്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്നും അടിസ്ഥാനത്തിൽ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത ഇൻസ്റ്റഗ്രാമിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു.